ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. തേനിലും മധുരം എന്ന പ്രതിദിന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ വചനം നമുക്ക് ശ്രദ്ധിക്കാം. നാം കേൾക്കുന്ന വചനം നമ്മുടെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കണം. ദൈവത്തിൻ്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ച യിരെമ്യാവിനെ പോലെ നാമും ആത്മീയ വിശപ്പും ദാഹവുമുള്ളവരായി ദൈവവചനം ഭക്ഷിപ്പാൻ ഓരോ ദിവസവും കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെ ആത്മീക ആരോഗ്യമുള്ള ഒരു തലമുറ ദൈവത്തിൻ്റെ മുമ്പാകെ എഴുന്നേൽക്കട്ടെ. അതിനുവേണ്ടി നാം എല്ലാവരും പ്രാർത്ഥിക്കണം. തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ, ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വയ്ക്കേണ്ടതിനും തന്നെ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനും തൻ്റെ സഹപ്രവർത്തകനും സഹയാത്രികനുമായ തീത്തോസിനെ ക്രേത്ത എന്ന ദ്വീപിൽ വിട്ടേച്ചു പോകുമ്പോൾ അവനെ പറഞ്ഞ് ഭരമേൽപ്പിച്ചത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കുക എന്നതായിരുന്നു. പ്രകൃതി സൗന്ദര്യത്തിൽ വളരെ സമ്പന്നമായ ഒരു ദ്വീപായിരുന്നു ക്രേത്ത. ഗ്രീസിന് തെക്ക് പടിഞ്ഞാറ് ഈജിയൻ കടലിൻ്റെയും മെഡിറ്ററേനിയൻ കടലിൻ്റെയും അതിർത്തിയിൽ കിടക്കുന്ന ക്രേത്ത ദ്വീപ് വളരെ സൗന്ദര്യമുള്ള ഒരു ദ്വീപായിരുന്നു. എന്നാൽ ഇവിടെയുള്ള ആളുകൾ ജീവിച്ചിരുന്നത് വളരെ അധപ്പതിച്ച സാൻമാർഗികമായ എല്ലാ മൂല്യങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ്. ഒരിക്കലും ക്രേത്തരെ പോലെ പെരുമാറരുത് എന്ന് ദുഷിച്ച ജീവിതം നയിക്കുന്നവരെക്കുറിച്ച് അക്കാലത്ത് മറ്റുള്ളവർ പറഞ്ഞിരുന്നു. അതവരെ പരിഹസിച്ച് പറഞ്ഞതായിരുന്നു. അത്രത്തോളം ദുഷിച്ച ജീവിത ശൈലിയായിരുന്നു ക്രേത്തരുടേത്. ക്രേത്തരുടെ ഇടയിൽ ജീവിച്ചിരുന്ന ഒരു കവി തൻ്റെ കൃതികളിൽ ക്രേത്തരുടെ സ്വഭാവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയത് നാം കാണുന്നു. ക്രേത്തർ എപ്പോഴും വ്യാജം പറയുന്നവരും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരെന്നുവെന്നും പറഞ്ഞിരിക്കുന്നത് തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. കൂടാതെ അവരുടെ സ്ത്രീകൾ വീട്ടുകാരും നോക്കാത്തവരും വീഞ്ഞനടിമപ്പെട്ടവരുമായിട്ടാണ് ജീവിച്ചിരുന്നത്. യജമാനന്മാരോട് മറുത്ത് സംസാരിക്കുന്ന അടിമകളും മോഷ്ടിക്കുന്നവരുമായിട്ടുള്ള ദാസന്മാരുമൊക്കെ ക്രേത്തയിലുണ്ടായിരുന്നു. ആകപ്പാടെ കുത്തഴിഞ്ഞ ജീവിതത്തിൻ്റെ ഉടമകളായിരുന്നു ക്രേത്ത നിവാസികൾ. എന്നാൽ അവിടെയും സുവിശേഷം എത്തി. ക്രേത്തയിലും സുവിശേഷം എത്തി. അത് ദൈവം ആഗ്രഹിച്ചിരുന്നു. ക്രിസ്തീയ വിശ്വാസത്തിൽ അങ്ങനെ പലരും എത്തുവാൻ, ക്രിസ്തുവിനെ കർത്താവായിട്ട് സ്വീകരിപ്പാൻ ദൈവം അവർക്കും അവസരം നൽകി. എന്നാൽ അവിടുത്തെ ഒരു പ്രശ്നം, ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നവരെ സത്യവചനത്തിലും പത്യോപദേശത്തിലും നടത്തുവാൻ മാതൃകയും യോഗ്യതയും ഉള്ളവരുടെ അഭാവം അവിടെ ഉണ്ടായിരുന്നു. ഇന്നും സഭകൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം ശരിയാവണ്ണം മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ ജീവിതവിശുദ്ധിയും ഉപദേശവിശുദ്ധിയും ഉള്ളവർ ഇല്ല എന്നുള്ളത് വലിയ ഒരു പോരായ്മ തന്നെയാണ്. അതുകൊണ്ടാണ് സഭകളിൽ ആത്മീയ ആരോഗ്യം നഷ്ടപ്പെട്ട് ദൈവവചനം ദുഷിക്കപ്പെടുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. യഹൂദ മതത്തിൽ നിന്നും ക്രിസ്തു മാർഗത്തിലേക്ക് ജനങ്ങൾ വന്നുവെങ്കിലും പ്രവൃത്തികളാൽ ദൈവത്തെ നിഷേധിക്കുന്നവരും അനുസരണമില്ലാത്തവരും യാതൊരു നല്ല പ്രവൃത്തിക്കും കൊള്ളരുതാത്തവരും അവരിലുണ്ടായിരുന്നു എന്ന് തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. വചനപ്രകാരമുള്ള പ്രബോധനങ്ങളും പ്രസംഗങ്ങളും ശാസനകളും ജനത്തിന് ലഭിക്കാതെ വന്നാൽ ദൈവത്തെ നിഷേധിക്കുന്നവരും അനുസരണമില്ലാത്തവരും യാതൊരു നല്ല പ്രവൃത്തിക്കും കൊള്ളരുതാത്തവരുമായ ഒരു സമൂഹം ഉടലെടുക്കുവാനിടയാകും എന്നുള്ളത് നാം ആരും മറന്നു പോകരുത്. ഈ ദുരനുഭവത്തിലേക്ക് സഭകൾ മാറ്റപ്പെടാതെ ആത്മീക ആരോഗ്യമുള്ള സഭകളായിട്ട് മാറേണ്ടത് വളരെ അത്യാവശ്യമാണ്. ക്രേത്തയിലെ അവസ്ഥ മനസ്സിലാക്കിയ ദുഃഖകരമായ അനുഭവങ്ങൾ കണ്ട പൗലോസ്
അപ്പോസ്തോലൻ പ്രബോധിപ്പിക്കുന്ന അനേക കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. പൗലോസ് അപ്പോസ്തലൻ ക്രേത്തയിലെത്തി പല കാര്യങ്ങൾ ക്രമീകരിച്ചു. എന്നാൽ പെട്ടെന്ന് അദ്ദേഹത്തിന് അവിടുന്ന് പോകേണ്ടി വന്നപ്പോൾ ശേഷിച്ച കാര്യങ്ങൾ ക്രമീകരിപ്പാൻ തീത്തോസിനെ ചുമതലപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മളിന്ന് വായിച്ചത്. എന്തെല്ലാം കാര്യങ്ങൾ തീത്തോസ് അവിടെ ക്രമീകരിക്കണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ശേഷിച്ച പല കാര്യങ്ങൾ, താൻ ചെയ്ത് പൂർത്തിയാക്കുവാൻ കഴിയാതെ താൻ ശേഷിപ്പിച്ചതായ അല്ലെങ്കിൽ തനിക്ക് ചെയ്തു തീർക്കുവാൻ കഴിയാത്ത ചില കാര്യങ്ങൾ അവിടെ ശേഷിച്ചിരുന്നു. ആ ശേഷിച്ച കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ തീത്തോസിനെ പൗലോസ് അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുക. വചനം പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുവാൻ പ്രാപ്തനായവരെ കണ്ടെത്തണം എന്നുള്ളതാണ് അതിലൊന്ന്. പട്ടണം തോറും മൂപ്പന്മാരെയും അധ്യക്ഷന്മാരെയും നിയമിക്കുക എന്നുള്ളതായിരുന്നു മറ്റൊരു കാര്യം. ദൈവമുമ്പാകെ നാം ചെയ്ത് തീർക്കുവാനുള്ള കാര്യങ്ങൾ ഏതെങ്കിലും പൂർത്തീകരിക്കപ്പെടാതെ ശേഷിക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും ശേഷിക്കുന്ന കാര്യങ്ങളെ നാം ക്രമപ്പെടുത്തണമെന്നുള്ളതാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 38-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നു, നിൻ്റെ ഗ്രഹകാര്യങ്ങൾ നീ ക്രമീകരിക്കണം, ക്രമപ്പെടുത്തണം എന്നുള്ളതാണ്. ഗ്രഹകാര്യങ്ങളാണെങ്കിലും ആത്മീയ കാര്യങ്ങളാണെങ്കിലും ഏതെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കാതെ ശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രമീകരിച്ച് അതിന് പൂർത്തീകരണം വരുത്തുവാൻ നമുക്കും കർത്താവ് കൃപ തരട്ടെ. സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ വചനങ്ങൾക്കായി സ്തോത്രം. വചനമനുസരിപ്പാൻ ഏവർക്കും കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.